നവിയുടെ പ്രവൃത്തി കാരണം ആദർശ് നയനിൽ നിന്നും പൂർണ്ണമായിട്ട് വിട്ടുമാറുന്നുണ്ട് കേട്ടോ. നവി ഗർഭിണിയല്ലെന്നുള്ള കാര്യം ആദർശ് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവരും മുമ്പിൽ വെച്ച് തന്നെ നവിയുടെ കള്ളത്തരം വെളിവാകാണ്. അങ്ങനെ നയനയോട് ആദർശ് ചോദിക്കുകയാണ്, എനിക്ക് നിന്റെ വായിൽ നിന്ന് കേൾക്കണം, നീ ഇവള് ഗർഭിണിയല്ലെന്നുള്ള കാര്യം നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ് അത് ആദർശേട്ടാന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചിന് മാത്രം ഉത്തരം പറ, നിനക്ക് അറിയാമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ് അറിയാമായിരുന്നു എന്ന്. അപ്പോഴേക്കും ആദർശ് ഞെട്ടിപ്പോവാണ്. അപ്പൊ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ജാനകി പറയാണ്, മോളെ നീ ഞങ്ങളെ എല്ലാവരെയും പറ്റിച്ചു കളഞ്ഞല്ലോ, കഴുത്തറുത്ത് കളഞ്ഞില്ലെന്ന് ചോദിക്കും. മുത്തശ്ശിയും പറയുന്നുണ്ട് നിന്നിൽ നിന്നും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നു. ദേവേനി പറയാണ് അന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇവളുടെ കുടുംബം മുഴുവൻ ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനി കുറെ വഴക്ക് പറഞ്ഞിട്ട് കേട്ടോ. നയന പറയാണ് ഞാൻ പറഞ്ഞുകൂടി എല്ലാവരും കേൾക്കാൻ തയ്യാറാവണം. അന്ന് അബി ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടാൻ സമയത്താണ് ഞാൻ അറിയുന്നത് നവ്യേച്ചി ഗർഭിണിയല്ലെന്ന്. അത് പറയാൻ വേണ്ടി ഓടി ഞാൻ മണ്ഡപത്തിലേക്ക് എത്തിയപ്പോഴേക്കും ചേച്ചിയുടെ കഴുത്തിലേക്ക് അബിയേട്ടൻ താലി കെട്ടി കഴിഞ്ഞിരുന്നു. ഈ കാര്യം പറയാന്നും പറഞ്ഞിട്ട് ഞാൻ നവ്യേച്ചിയോട് പറഞ്ഞപ്പോ ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞ് നവ്യേച്ചി ഭീഷണിപ്പെടുത്തി. അതുപോലെ പല സന്ദർഭങ്ങളിലും അമ്മയോടും മുത്തശ്ശിയോടും ആദർശനോടും പറയാൻ വന്നപ്പോഴൊക്കെ നവ്യേച്ചിയാണെങ്കിൽ ഞാൻ കത്തി കൊണ്ട് എന്റെ കഴുത്ത് മുറിക്കുമെന്നും പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി. അങ്ങനെയാ ഇത്രയും കാലം ഞാൻ പറയാതിരുന്നത്. മനഃപൂർവ്വമായിട്ട് ഞാൻ ആ ഒരു തെറ്റിന് കൂട്ടു നിൽക്കേണ്ടതായിട്ട് വന്നു. ഞാൻ അതിനകത്ത് ഞാനത് ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനതിൽ പെട്ടുപോവുകയായിരുന്നു. എന്റെ ചേച്ചിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇങ്ങനെയായിരുന്നു അറിഞ്ഞെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനവിടെ വാവിട്ട് കരയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയണം മതി നിർത്തിക്കോ, ഇനി നിന്നെ എനിക്ക് ആവശ്യമില്ല എന്ന് ആദർശ് പറയാണ്. അപ്പോഴേക്കും ജലജ പറയാണ് എന്തായാലും ഞാനൊരു കള്ളത്തരം പറഞ്ഞത് ഏറ്റു. നയന ഇതിൽ സപ്പോർട്ടാണെന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും മനസ്സുകൊണ്ട് പോലും വിശ്വസിച്ചിരുന്നില്ല. എങ്കിലും അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ രക്ഷപ്പെട്ടു. ചേച്ചിയും മനീത്തിയും ഒരുമിച്ച് വീട്ടിൽ പുറത്തായിക്കൊള്ളുമല്ലോ എന്നിങ്ങനെ അവള് സന്തോഷിക്കാണ്. ഇതേ സമയത്ത് തന്നെ ജലജ ചോദിക്കുന്നുണ്ട് അല്ല ഇനി എന്താ തീരുമാനം, ഇവളെ നിന്റെ ലൈഫിൽ കൂട്ടാനാണോ, മര്യാദയ്ക്ക് ഇവളെ ഇറക്കിവിടാൻ നോക്കുകയെന്ന് അബിയോട് പറയുമ്പോൾ അബി പറയണം പിന്നല്ലാതെ ഇവിടെ ഇറങ്ങി വാടിയെന്നും പറഞ്ഞിട്ട് നവിയുടെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് വന്നിട്ട് എല്ലാരും മുമ്പിൽ വെച്ചിട്ട് അബി പറയുന്നുണ്ട് ഇനി ഈ വീട്ടില് നിന്റെ ആവശ്യമില്ല, മര്യാദയ്ക്ക് ഇറങ്ങി പോടിയെന്നും പറഞ്ഞിട്ട് നവിയെ തല്ലാനായിട്ട് കൈ വാങ്ങുമ്പോഴേക്കും കനകം വന്ന് ഇടക്കി കയറിട്ട് മരുമോനെ എന്ന് വിളിക്കാണ്. ആരാ തള്ള നിങ്ങളുടെ മരുമോൻ എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവളുടെ വളകാപ്പ് ചടങ്ങ് നടന്ന സമയത്തെ സ്റ്റോറിയാണ് കേട്ടോ ഇത്. അങ്ങനെ എല്ലാവരും അവിടെ കൂടി നിൽക്കാണ്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ആർക്കും ഒരു എത്തുപിടിയില്ലാതെ നിൽക്കുന്നു. മുത്തശ്ശൻ പോലും ഒന്നും ഉണ്ടാകാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അബി പറയാണ് ഇനി ഇവൾ എന്റെ ജീവിതത്തിൽ വേണ്ട, ഇനി ഇന്നത്തോടുകൂടി ഞങ്ങളുടെ ജീവിതം അവസാനിക്കാൻ പോവാണ് എന്നൊക്കെ പറയുമ്പോൾ നിർത്തബി, നീ എന്തായി പറഞ്ഞത്, ഞാൻ മാത്രമാണ് തെറ്റുകാരത്, ഇനി നീ എന്നെ കാണിച്ചു ഒന്നും തെറ്റല്ലേ എന്ന് ചോദിക്കാണ്. എല്ലാത്തിനും കാരണക്കാരി നിന്റെ അമ്മയാ, നിന്റെ അമ്മയും നീ ആദർശനെക്കാട്ടിലും മുകളിലാവണം നീ എന്ന ചിന്തയായിരുന്നു നിനക്ക് നിന്റെ അമ്മയ്ക്കും. നീ എന്തൊക്കെയാ പറഞ്ഞേ, കോടികളുടെ ബിസിനസ് നിന്റെ കയ്യിലൂടെ കിടന്ന് ഓടുകയാണെന്നല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ആദർശനെ കിട്ടി ഇപ്പൊ ഈ കൊട്ടാരത്തിലെ റാണിയോട് ഞാൻ ജീവിച്ചേനെ, എല്ലാം തകർത്തെറിഞ്ഞ് നീ ഒറ്റ ഒരുത്തന. നീ എന്നെ പറഞ്ഞു മയക്കി എന്നെ ഹോട്ടലിൽ കൊണ്ട് എന്നെ ഉപയോഗിച്ചതിനു ശേഷം നീ എന്നെ ഒഴിവാക്കി കളഞ്ഞില്ലേ, എന്നെ നീ ഒഴിവാക്കിയിട്ട് രക്ഷപ്പെടാന്ന് കരുതിയതല്ലേ എന്നൊക്കെ പറഞ്ഞ നവ്യ അന്നത്തെ കാര്യമെല്ലാം ചോദിക്കുകയാണ്. ജലജ പറയാണ് അതേടി പറ്റിക്കാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ തീരുമാനം, അതിന് നീ എന്തിനാണ് ഈ കയറി വന്നത്, കാശിന് വേണ്ടിയിട്ടെല്ലാം ചോദിക്കുമ്പോൾ നവ്യ പറയാണ് അതെ എനിക്ക് കാശ് വേണം, ലക്ഷങ്ങളുടെ ലൈഫ് വേണം, അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്ത ഇതൊക്കെ എനിക്ക് ലൈഫ് ആസ്വദിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ഇവിടുന്ന് പോവില്ല. നിങ്ങളുടെ മകൻ താലി കെട്ടിയ രജിസ്ട്രേഷൻ പ്രകാരം നിങ്ങളുടെ മകന്റെ വൈഫാണ്, അങ്ങനെ നിന്നെ പറഞ്ഞേക്കാൻ പറ്റില്ല എന്ന് നവ്യ കടുപ്പിച്ച് പറയുന്നുണ്ട്. ജലജ പറയാണ് അല്ല നിന്റെ ഉദ്ദേശം എന്താടി, നിന്നോട് വാഴിക്കാന്നാണോ കരുതിയത്, മര്യാദയ്ക്ക് ചേച്ചി അനീതിയും ഇവിടുന്ന് ഇറങ്ങിക്കോണം എന്നൊക്കെ പറഞ്ഞ് ജലജ ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും നവ്യ പറയാണ് അങ്ങനെയൊന്നും ഇറങ്ങിപ്പോകാൻ വന്നോളല്ല ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഈ ഇവിടുന്ന് ഞാൻ ഇറങ്ങി പോവില്ല, അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാൻ പോവാണെന്ന് പറയുമ്പോഴേക്കും കനകം പറയണം മോളെ എന്തൊക്കെയാ പറഞ്ഞെന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അവളുടെ അച്ഛൻ വരുന്നുണ്ട് കേട്ടോ. അച്ഛൻ വന്നിട്ട് ചോദിക്കുകയാണ് നവ്യ നീ എന്തൊക്കെ പറഞ്ഞു കൂട്ടുന്നു, നീ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു, ഞങ്ങളെ ഇനിയും അപമാനിച്ചത് മതിയായില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ജലജ പറയണ ഓഹോ ആരും ഇപ്പൊ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലേ, ഇവരുടെയൊക്കെ നാടകം ഇതെല്ലാം അമ്മയ്ക്കും അച്ഛനും അനിയത്തിക്കും എല്ലാവർക്കും അറിയാം, എല്ലാരും കൂടി കിടന്ന് നാടകം കളിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും കനകം പറയുന്നുണ്ട് സത്യമായിട്ടും ഞങ്ങൾക്ക് ആർക്കും ഈ കാര്യത്തിൽ ഒരു പങ്കുമില്ല, നയനമോളെ മോൾക്കറിയാമെങ്കിൽ ഈ അമ്മയോടെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞിടാന്ന് ചോദിക്കുമ്പോഴേക്കും നയന പറയാണ് അമ്മയെ പലതവണ ഞാൻ പറയാൻ വന്ന അപ്പോഴൊക്കെ ചേച്ചി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിണ്ട, ഞാൻ ആരോടും ഒന്നും പറയാഞ്ഞി എന്നൊക്കെ പറഞ്ഞ് നയനോടൊന്ന് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ.
അപ്പോഴേക്കും ആരും മിണ്ടണ്ട, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യ ദേഷ്യപ്പെടുമ്പോഴേക്കും കനക അവളെ അടിക്കാൻ വേണ്ടി കൈയൊങ്ങുമ്പോഴേക്കും അവളുടെ കൈക്ക് കയർ പിടിക്കാൻ കേട്ടോ നവ്യ. അമ്മ അടിക്കാൻ പണ്ടത്തെ പോലെ കൊച്ചുകുട്ടിയൊന്നുമല്ല ഞാൻ, ഈ കോടീശ്വര കുടുംബത്തിലെ ഒരു അംഗ. അതല്ലാതാക്കാൻ ആരും ശ്രമിക്കേണ്ട, അത് നടക്കില്ല. എന്നെ ശ്രീധരണത്തിന്റെ പേരിൽ ഇവരുടെ ശിക്ഷിക്കുകയാണെന്നും എന്നെ ഇറക്കി വിട്ടു എന്നും പറഞ്ഞിട്ട് ഞാൻ നാളെ പ്രസ്സിലെങ്ങാൻ ഒരു ഇന്റർവ്യൂ കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ ഈ മൂർത്തീസ് ജ്വല്ലറിയും ഈ കൊട്ടാരവും എല്ലാം. അതുകൊണ്ട് എല്ലാരും മര്യാദയ്ക്ക് എന്നെ ഉള്ളിലേക്ക് കയറ്റില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ നിമിഷം ഞാൻ പ്രസ്സുകാരെ ഇവിടെ വിളിച്ചു വരുത്തും എന്നൊക്കെ പറഞ്ഞ് നവ്യ ഭീഷണിപ്പെടുത്താണ്. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം എഴുതി പ്രസ്സിൽ റിപ്പോർട്ട് അയച്ചിട്ട് ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കും എന്ന് നവ്യ പറയുന്നു. അപ്പോഴേക്കും എല്ലാവരും ഷോക്കായിട്ട് നിൽക്കാണ്. ജാനകി ചോദിക്കാണ്, മോളെ നീ എന്തൊക്കെയായി പറഞ്ഞേ? മിണ്ടിപ്പോകരുത്, ആരും മിണ്ടണ്ട. എന്നോട് ആർക്കും ഒരു സെന്റിമെന്റ്സ് സ്നേഹം ഒന്നുമില്ലെന്ന് എനിക്കറിയാം. എനിക്കും ആരോടും അങ്ങനെ ഒന്നുമില്ല. എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കാനാ എനിക്കിഷ്ടം. കനകയോട് പറയാണ്, അമ്മയിലെ ചെറുപ്പകാലം തൊട്ട് തന്നെ കാശുകാരെ സ്നേഹിക്കണം, കാശുകാരെ കൂടെ ജീവിക്കണം, കാശാണ് എല്ലാം എന്നെ പറഞ്ഞു പഠിപ്പിച്ചത്. അത് തന്നെയാ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. എനിക്ക് കാശുകാരായിട്ട് തന്നെ ജീവിക്കണം, ലക്ഷറി ലൈഫിൽ ജീവിക്കണം, അതല്ലാതെ ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് നവ്യ തീർത്ത് പറയാണ്. അഭി പറയാണ്, നിർത്തടി നിന്റെ അഹങ്കാരം. അവക്ക് ഷോപ്പിംഗ് മാളിൽ കൊണ്ടുപോകണം, അത് വേണം ഇത് വേണം. കൊറിയറിൽ നിന്നും ഒരു മാസം നമ്മള് 2 ലക്ഷം രൂപ അളവിലാണ് സാധനം മേടിക്കുന്നത്. അവക്കും അതൊന്നും പോരാ, മര്യാദയ്ക്ക് ഇറങ്ങിക്കൊണ്ട് ഇവിടുന്ന്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയാണ്, എങ്കിൽ ഫേസ് ചെയ്യാൻ തയ്യാറായിക്കോ. ഞാനെങ്കിൽ ഈ നിമിഷം പ്രസ്സുകാരെ വിളിച്ചു വരുത്താൻ പോവാ, എല്ലാരും അറിയട്ടെ എല്ലാ കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ പറയുന്നുണ്ട്, നീ എന്നെ വിവാഹത്തിന് മുമ്പേ തന്നെ പല പെൺകുട്ടികളുടെ നീ പോയ കാര്യവും നീ എന്നെ പറ്റിക്കാൻ ശ്രമിച്ച കാര്യവും എല്ലാം ഞാൻ പറയും. അതിനുശേഷം എന്നെയും നയനെയും വീട്ടിൽ നിന്ന് ഇറക്കിടാൻ പോകുന്ന കാര്യം എല്ലാം ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ്, മുത്തശ്ശി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുത്തശ്ശനോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്, നിങ്ങളൊന്നും കാണുന്നില്ലെന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയാണ്, ഇല്ല എന്റെ കാലം കഴിഞ്ഞു, ഇനി ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പം ആദർശി പറയണം, മുത്തശ്ശ അങ്ങനെ പറയരുത്, മുത്തശ്ശനാണ് ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് പറയുമ്പം മുത്തശ്ശൻ പറയാണ്, ആരെയും വേദനിപ്പിക്കാൻ എനിക്കാവില്ല. എന്റെ 2 കൊച്ചുമരുമക്കളും എനിക്ക് എന്റെ മക്കളെ പോലെ തന്നെയാണ്. അവർ തെറ്റ് ചെയ്താൽ ക്ഷമിക്കാനുള്ള മനസ്സിന്റെ ഇതൊക്കെ എനിക്കുണ്ട്. നവ്യയും നയനയും എനിക്ക് അഭിയം ആദ്യനെ പോലെ തന്നെയുള്ളൂ എന്നും പറഞ്ഞ് മുത്തച്ഛൻ പെട്ടെന്ന് നെഞ്ചിൽ കയ്യമർത്തി ബോധം കെട്ട് താഴെ വീഴാട്ടോ. എല്ലാവരും കൂടി ഓടി വന്ന് പിടിക്കുമ്പോഴേക്കും ജലജ പറയാണ്, അവരെ കയറ്റാനുള്ള മുത്തച്ഛന്റെ അടവാണിതെല്ലാം എന്ന് പറയുമ്പോൾ ആദർശ് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, മിണ്ടി പോകരുത്, ഇത് മുത്തച്ഛന്റെ അടവൊന്നുമല്ല, മുത്തച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വെള്ളം തളിക്കുമ്പോൾ മുത്തച്ഛൻ ഉണരുന്നുണ്ട് കേട്ടോ. മുത്തച്ഛന് ക്യാൻസർ ആണെന്നും അങ്ങനെ തുടർന്ന സംഭവങ്ങൾ മുഴുവനും ആദർശ് എല്ലാവരോടും പറയുമ്പോൾ മുത്തശ്ശി പൊട്ടിക്കാരന് ചോദിക്കുകയാണ്, എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളോട് ഇതൊക്കെ മറച്ചു വെച്ചെന്ന് ചോദിച്ചിട്ട് മുത്തശ്ശിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയാണ്, ആരോടും ഒന്നും പറയണ്ടെന്ന് കരുതിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. ആദർശ് ഇനി എനിക്ക് അധിക കാലമില്ലെന്ന് പറഞ്ഞ മുത്തശ്ശനെ കരയുമ്പം ജാനകിയും ദേവേനും എല്ലാം കൂടെ കരയുന്നുണ്ട് കേട്ടോ. എനിക്കൊരു അവസാന ആഗ്രഹമുണ്ട്, നീ സാധിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശ അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയുമ്പോൾ, ഇല്ല ആദർശ് അധിക കാലമൊന്നും എനിക്കില്ല, അതുകൊണ്ട് നീ എന്റെ ആഗ്രഹം സാധിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ, എന്താഗ്രഹമെല്ലാം സാധിച്ചു തരാം മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നയനയും നവ്യയും ഈ വീട്ടിട്ട് പോകരുത്, നീയും നയനയും സന്തോഷമായിട്ട് ഈ വീട്ടിൽ ജീവിക്കണമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറയാണ്, കേട്ടല്ലോ എല്ലാവരും എല്ലാം കേട്ടല്ലോ, ഇനിയെങ്കിലും അദ്ദേഹത്തിന് കുറച്ച് സമാധാനം കൊടുത്തുകൂടെ, നയനയും നവ്യയും അകത്തേക്ക് കയറിപ്പോ, എല്ലാവരും പോകുമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ദേഷ്യപ്പെട്ട് മുത്തശ്ശനെ കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. നവ്യ ആണെങ്കിലോ ഇത് തന്നെ അവസരം എന്ന് പറഞ്ഞിട്ട് നവ്യ ഒരു കൂസലുമില്ല അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. നയനയാണെങ്കിലോ അവിടെ ഒന്നും വയ്യാത്തൊരു അവസ്ഥയിൽ ഷോക്കായിട്ട് അങ്ങനെ നിൽപ്പുണ്ട്.